നീ ഒരു കാര്യം ചെയ്, പോയി എന്റെ ഭാര്യയോട് മാപ്പ് പറ. അവളുടെ കാലി വീണ് മാപ്പ് പറ. ഓക്കെ സാർ, ഞാൻ പോയി മാപ്പ് പറഞ്ഞിട്ട് വരാം. പിന്നൊരു കാര്യം, ഇനി നീ എന്റെ ഭാര്യയെ ശല്യം ചെയ്യാനെങ്ങാനും ആ പരിസരത്ത് വന്നാ പിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായോ? പിന്നൊരു കാര്യം കൂടി, നിനക്കിവിടെ ജോലി വേണം എങ്കിലൊരു കാര്യം ചെയ്യും, നീ നിന്റെ വായടച്ച് ഇവിടെ ഇരിക്കണം. ഇവിടെ വെച്ച് നീ കണ്ടതും കേട്ടതും ഒന്നും എന്റെ ഭാര്യയുടെ അടുത്ത് നീ പറയാൻ പാടില്ല, ഒരിക്കലും. അർജുൻ എന്തിനാണ് ഇത്രയും വലിയൊരു സത്യം അവന്റെ ഭാര്യ പ്രയാഗയിൽ നിന്നും മറച്ചു വെച്ചത്? അർജുൻ താൻ വിചാരിച്ച പോലെ ഒരാളല്ല എന്ന് ഗൗതം മനസ്സിലാക്കിയിരിക്കുന്നു. 2 വർഷത്തിനു മുമ്പ് പ്രയാഗ പഠിച്ച കോളേജിലായിരുന്നു രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയുടെ മകൻ അഭിഷേക് പഠിച്ചിരുന്നത്. വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ അവൻ കോളേജിൽ വിലസി നടക്കുകയായിരുന്നു. അവനെ എല്ലാവരും ഭയന്നിരുന്നു. ഒരു പണക്കാരന്റെ മകനായതിനുള്ള അഹങ്കാരവും അവനുണ്ടായിരുന്നു. പൈസയുടെ അഹങ്കാരത്തിൽ അവൻ കോളേജിനെ വിറപ്പിച്ചു നിർത്തി. ഒരു ദിവസം അവന്റെ കണ്ണുകൾ പ്രയാഗയിലുടക്കി. ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാഗയുടെ അടുത്തേക്ക് അഭിഷേക് വന്നു. എന്താ ഇത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതെ, ഭ്രാന്താണ് എനിക്ക് നിന്നെ കണ്ട നാൾ മുതൽ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഗൗതം എന്നെ ഉപേക്ഷിച്ച് ഒരിടത്തേക്കും പോയില്ല, മനസ്സിലായോ? ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രയാഗ അവളുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും അവന്റെ ഗുഡ് ബൈ മെസ്സേജ് കണ്ടു. അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ കണക്ട് ആയില്ല. നീ വലിയ ഡയലോഗ് അടിച്ചല്ലോ. നിന്റെ വിഷമമൊക്കെ ഞാൻ പുഷ്പം പോലെ ആശ്വസിപ്പിച്ചു തരാം. എൻ്റെ പൊന്നുമോളെ, സത്യത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത്. നീ ഇങ്ങനെ സെന്റി അടിച്ചിരിക്കുമ്പോൾ അവൻ നിന്നെ കളഞ്ഞിട്ട് US പോയി. നീ അവനെക്കാട്ടിലും കിടലായി കാണിച്ചു കൊടുക്കണം, കുറെ പൈസ ഉണ്ടാക്കണം. അവനൊക്കെ നിന്നെ വെറും ടൈം പാസ് ആയാണ് കണ്ടിരിക്കുന്നത്. അവനെപ്പോലെ ഒരു ദരിദ്രവാസിയെ നീ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് എല്ലാം നേടി അവൻ പോയി. അഭിഷേക് ഇങ്ങനെ പറയുന്നത് കേട്ട് അവളുടെ തൊലി ഉരിഞ്ഞുപോയി. കളയുടെ ഇതൊക്കെ വേണേ ഇന്ന് തന്നെ ഞാൻ നിന്നെ കെട്ടാം. ക്യാൻറ്റീനിലുള്ള എല്ലാവരുടെയും മുന്നിൽ അഭിഷേക് അപമാനിതനായി. ഹൗ ഡെയർ യു! ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. ഇനി ഇമാതിരി അഭ്യാസമായിട്ട് എന്റെ മുന്നിലെങ്ങനെ വന്നാ? നീ എന്നെ അടിച്ചു അല്ലേടി? എന്നാൽ പ്രയാഗ, നീ കേട്ടോ, എന്നാൽ നീ ചന്തമുള്ള മുഖം ആരുടെങ്കിലും മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മുന്നിലായിരിക്കും. നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചല്ലേ? ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. നിന്റെ സൗന്ദര്യം ഉണ്ടല്ലോ, അതെടുത്ത് ഞാൻ എൻ്റെ ഷൂസിൻ്റെ അടിയിലിട്ട് ചവിട്ടി ഞെരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ പേര് അഭിഷേക് എന്നല്ല. ക്യാൻറ്റീനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു അഭിഷേക് അങ്ങനെ വെല്ലുവിളിച്ചത്. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണെന്ന് അവിടെ കൂടെ എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രയാഗ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടു നിന്നു. അവൻ പ്രയാഗയ്ക്ക് എന്തു പണിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അവൾ സ്വയം ചിന്തിച്ചു. അന്ന് രാത്രി കോളേജിലെ ഒരു പാർട്ടി നടക്കുകയായിരുന്നു. എന്നാൽ പ്രയാഗ അവിടെ പോകാതെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അന്ന് അവളുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം നടക്കാൻ പോവുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അവൾക്ക് ഒരു ഫ്രണ്ടിന്റെ കോൾ വന്നു. പ്രയാഗ, നീ കോളേജിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നോക്കിയോ? ഈ പാതിരാത്രി ആരാ കോളേജ് ഗ്രൂപ്പ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്? നിനക്കെന്താ വയ്യേ? നീ വാചകം അടിച്ചിരിക്കാതെ പെട്ടെന്ന് ആ ഗ്രൂപ്പ് ചെക്ക് ചെയ്, പെട്ടെന്ന്. എന്തു പറ്റി? കോളേജ് ഗ്രൂപ്പ് ചെക്ക് ചെയ്ത പ്രയാഗ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അഭിഷേക് പ്രയാഗയുടെ പേഴ്സണൽ വീഡിയോ കോളേജ് ഗ്രൂപ്പുകളിലും മറ്റു സോഷ്യൽ മീഡിയ സൈറ്റുകളിലും പ്രചരിപ്പിച്ചു. ലോകം മുഴുവൻ അവളുടെ ലീക്കഡ് വീഡിയോനെ പറ്റി സംസാരിച്ചു. പെട്ടെന്ന് തന്നെ അവളുടെ വീഡിയോ വൈറലായി. ഇതാരാ ചെയ്തത്? അഭിഷേക്? പ്രയാഗ, അമ്മ? പ്രയാഗ, ഇതെന്താ? നീ എന്തായി കാണിച്ച കൊച്ചേ? എടി പറയടി, ആരാണ് ഇത് ലീക്ക് ചെയ്തത്? എനിക്കിപ്പോ അറിയണം, ഇതാരാ? അമ്മേ, ഇത് അവനാ. അഭിഷേക്, അവനാ ഇത് ചെയ്തത്. അവൻ എന്നോട് പ്രതികാരം ചെയ്തതാ. അഭിഷേക് അവന്റെ കണ്ണുകൊണ്ട് പ്രയാഗയുടെ ലീക്കഡ് വീഡിയോ കാണുകയായിരുന്നു. കൊതി തീരുവോളം അവൻ അത് കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് പ്രയാഗയുടെ കോൾ വന്നു. അഭിഷേക്, നീ എന്താണ് കോളേജ് ഗ്രൂപ്പിൽ കാണിച്ചത്? നീ കണ്ടോ? ഇനി നീ പറ, എങ്ങനെയുണ്ട് എന്റെ പണി? നീ ഫേമസ് ആയില്ലേ? ഇങ്ങനെ നിന്റെ ഒരു കോൾ വരാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു. അപ്പൊ നിനക്ക് അഹങ്കാരം. അവസാനം നിന്നെ കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിച്ചില്ലേ? പക്ഷെ ഒന്ന് വൈറലായി എന്ന് കരുതി എനിക്ക് നിന്നോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല.
ഷട്ട് അപ്പ്. നിനക്ക് ഇതൊക്കെ എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി? ഈ അഭിഷേകിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല. നിനക്കൊരു അവസരം തരാം, എന്നെ കെട്ടിക്കോ. നീ ഈ ലോകത്തെ അവസാനത്തെ ആണായ പോലും ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല. പ്രയാഗ ദേഷ്യത്തിൽ ഫോൺ വെച്ചു. അഭിഷേക് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് ക്രൂരമായി ചിരിച്ചു. ഇതെല്ലാം കേട്ട് അവളുടെ അമ്മ ആകെ വിഷമിച്ചു. മോളെ, ഇനി എന്ത് ചെയ്യും? നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുമല്ലോ ഈശ്വര. ഇനി എന്ത് ചെയ്യും? എങ്ങനെയാടി ഈ വീഡിയോ ലീക്കായത്? ഞാൻ ഇനി ആളുകളോട് എന്ത് സമാധാനം പറയും? പ്രയാഗയ്ക്ക് അവളുടെ അമ്മയുടെ ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. പല സ്ഥലത്തു നിന്ന് അവരെ തേടി ഫോൺ കോളുകൾ എത്തി. മേനോൻ സർ, അത് അവളല്ല, ഫേക്ക് വീഡിയോ. മിസ്സസ് വർമ്മ, അങ്ങനെയൊന്നുമില്ല. ഹലോ 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 മിസ്സസ് വർമ്മ, പ്രയാഗ. ഈ ഒരു വീഡിയോയുടെ പേരിൽ അവൾ കുടുംബത്തിലെല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പാലക്കൽ വീടിന്റെ മുഴുവൻ മാനവും കപ്പൽ കയറി. ഇവളെ ഇനി ആര് കല്യാണം കഴിക്കും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആളുകൾ എല്ലാരും നമ്മളെ കളിയാക്കി ചിരിക്കുക. ഇനി ആര് കല്യാണം കഴിക്കും? ഒരുത്തനുണ്ട്, എനിക്കറിയാവുന്നവനാണ്. അവൻ പ്രയാഗയെ വിവാഹം കഴിക്കും. പാലക്കൽ ഫാമിലിയുടെ എല്ലാമായ നീലകണ്ഠൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊരു ആശ്വാസമായി. കാരണം അദ്ദേഹം ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും പറയില്ല. അർജുൻ വിളിച്ചുടനെ തന്നെ അവൻ അകത്തേക്ക് കയറി വന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ അർജുനെ അവർക്ക് അത്ര ബോധിച്ചില്ല. പതിയെ അവർ മനസ്സിലാക്കി അവൻ ഒരു ചേരിയിൽ ജീവിക്കുന്നവനാണെന്ന്. ഇതാണ് അർജുൻ. അവൻ പ്രയാഗയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അച്ഛാ, ഇവൻ ആരാ? ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഇവനെ കൊണ്ടാണോ വിവാഹം കഴിപ്പിക്കുന്നത്? നിന്റെ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാലോ. അതറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കാൻ വന്നവനാണിവൻ. എന്നിട്ട് അവന്റെ യോഗ്യതയെപ്പറ്റി ചോദിക്കുന്നു. അർജുൻ ഒരു അനാഥനാണ്. അവൻ ഓർഫനേജിലാണ് വളർന്നത്. അവന്റെ കയ്യിൽ പണമില്ലായിരിക്കാം, പക്ഷെ നല്ലവനാണ്, വിശ്വസിക്കാൻ കൊള്ളാം. ജീവിതകാലം മുഴുവൻ നീലകണ്ഠന്റെ ആ തീരുമാനത്തിന് അവിടെ ഒരു എതിർവാക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാതെ ഇരുന്നിട്ട് കൂടി എല്ലാവരും ആ കല്യാണത്തിന് സമ്മതിച്ചു. ഇത്രയും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ അവകാശിയായ പ്രയാഗ ഒരു സാധാരണ തട്ടുകട നടത്തുന്ന അർജുന വിവാഹം കഴിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവിടെ കൂടി ആർക്കും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പ്രയാഗയ്ക്ക് പറ്റിയ ദുരന്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മുത്തശ്ശ, ഇങ്ങനെ ഒരു തട്ടുകട നടത്തുന്നവനെ ഞാനെങ്ങനെ വിവാഹം കഴിക്കുക? അമ്മ, ഞാൻ ഗൗതമിനോട് സംസാരിക്കാം. ഞാൻ വരുത്തി വെച്ചത് ഞാൻ തന്നെ ശരിയാക്കാം. നീ എന്ത് ശരിയാക്കൂ എന്നാണ് ഈ പറയുന്നത്? നീ അവനെ ഒരുപാട് വിളിച്ചല്ലോ. എന്തായി എന്നിട്ട്? പ്രയാഗ, ഇവനെ വിവാഹം കഴിക്കുക എന്നല്ലാതെ നിന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവൾ വിവാഹത്തിന് സമ്മതിച്ചു. ഇത്രയും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ അവകാശിയുടെ വിവാഹം അവസാനം ഒരു തട്ടുകട കച്ചവടക്കാരനുമായി നടന്നു. അങ്ങനെ അവൾ അർജുന്റെ ഭാര്യയായി മാറി. അങ്ങനെ അവരുടെ ആദ്യ രാത്രിയായി. അവളുടെ ബെഡ്റൂമിലേക്ക് അർജുൻ കയറി വന്നു. വിഷമിച്ചിരിക്കുന്ന പ്രയാഗയെ അർജുൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തു പറ്റി പ്രയാഗ? നീ ഓക്കെ അല്ലേ? അതെ, എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല, താല്പര്യമില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ കല്യാണം നടന്നുവെങ്കിലും നമുക്കിടയിൽ മറ്റൊന്നുമില്ല. നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓ, നീ എന്നെ ഹെൽപ്പ് ചെയ്യും. യെസ്. ആദ്യം നീ നിന്നെ പറ്റി സ്വയം മനസ്സിലാക്ക. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല, മനസ്സിലായ നിനക്ക്? മുമ്പ് ഗൗതം, ഇപ്പൊ നീ രണ്ട് കണക്കാ. അവൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം അർജുനോട് തീർത്തു. അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന പ്രയാഗയുടെ ഫോൺ അവൻ കണ്ടത്. അതിൽ അവളുടെ ലീക്ക് വീഡിയോ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ സ്വന്തം ഭാര്യയുടെ വീഡിയോ ലീക്കായത് അവൻ അപ്പോഴാണ് അറിയുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അവർ ഇരുവരും. പ്രയാഗയുടെ ജീവിതം തകർത്തതിലുള്ള സന്തോഷത്തിലായിരുന്നു അഭിഷേക്. അവൻ അത് ഒരു ആഘോഷമാക്കി. പെട്ടെന്ന് അവനെ തേടി ഒരു ഫോൺ വന്നു. പറയടാ. സാർ, മറ്റേ ലീക്കായ വീഡിയോ ഇല്ലേ, അത് ഡിലീറ്റായി. സാറിന്റെ പേര് വെച്ചാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് നോൺസെൻസ്! എന്റെ പേര് വെച്ച് റിപ്പോർട്ട് അടിക്കാൻ ആർക്കാണ് ധൈര്യം? അതുമാത്രമല്ല, സാറിന്റെ എല്ലാ അക്കൗണ്ടും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഈ വാർത്ത കേട്ടതും തനിക്ക് എവിടെയോ നിന്ന് ഒരു പണി കിട്ടി തുടങ്ങിയെന്ന് അഭിഷേകിന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ അവന്റെ അച്ഛനെ വിളിച്ചു. ഡാഡ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം സീസായി, നമ്മുടെ ബിസിനസ് എല്ലാം തകർന്നു, 1000 കോടി രൂപയുടെ ബാധ്യതയുണ്ടായി. ബട്ട് ഡാഡ്, ഇത് ആരാ ചെയ്തത്?
ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണ്? ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് അഭിഷേകിന്റെ അച്ഛൻ അവനോട് പറഞ്ഞു. അയാളുടെ പേര് കേട്ട് അഭിഷേകിന്റെ മുട്ടിടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് പ്രയാഗയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ അവളുടെ വീഡിയോ മുഴുവൻ ഡിലീറ്റായി. എന്നാലും ഇതെല്ലാം ആരാ ചെയ്തത്? അവൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ ആരോ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നപ്പോൾ അഭിഷേകായിരുന്നു. അഭിഷേക്, നിനക്ക് എന്താ ഇവിടെ കാര്യം? ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ വന്നത്? എന്റെ ജീവിതം വെച്ച് കളിച്ച് മതിയായില്ലേ? ആരെങ്കിലും കാണും മുമ്പ് ഒന്ന് ഇറങ്ങിപ്പോ. എനിക്കറിയില്ലായിരുന്നു എന്റെ ഭർത്താവ് ഇത്രയും പവർഫുൾ ആണെന്ന്. ഞാൻ നിന്റെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് ചോദിക്കുകയാണ്. പ്ലീസ് എന്നോട് ക്ഷമിക്കേ. നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ലീക്കായ വീഡിയോ ഉണ്ടല്ലോ, അത് ഇന്റർനെറ്റിൽ നിന്ന് ഞാൻ മുഴുവൻ ഡിലീറ്റ് ചെയ്തു. ഇത് കാരണം എന്റെ കുടുംബം മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്നു. ഇതെല്ലാം ചെയ്തത് ആരാണെന്നറിയോ? അവൻ നിന്റെ വീട്ടിൽ തന്നെയുണ്ട്. എന്റെ വീട്ടിലോ? എന്റെ വീട്ടിൽ ഇത്രയും പവർഫുൾ ആയ ആരാ ഉള്ളത്? നീ എന്താ പുതിയ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വന്നതാണോ? ഞാനൊരു ഡ്രാമയും ക്രിയേറ്റ് ചെയ്യാൻ വന്നതല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്നറിയോ? നിന്റെ ഭർത്താവാണ്. അവനാണ് നിന്റെ ഈ വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്, എന്റെ ബിസിനസ് തകർത്തത്. പ്രയാഗ അത് കേട്ട് ഞെട്ടി. അവൾക്കറിയില്ലായിരുന്നു ഒരു തട്ടുകട നടത്തുന്ന അർജുന്റെ യഥാർത്ഥ മുഖം. ഒരു തട്ടുകട നടത്തുന്ന അവന് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? അർജുൻ ഇത് എങ്ങനെയാ ചെയ്യാൻ കഴിയുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത്, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇതെല്ലാം ചെയ്തത് നിന്റെ ഭർത്താവാണ്. അവനൊരു സാധാരണ തട്ടുകടക്കാരനല്ല, അവൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നീ നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനോട് തന്നെ നേരിട്ട് ചോദിക്കും. അഭിഷേകും പ്രയാഗയും സംസാരിക്കുന്നത് മുഴുവൻ അർജുൻ കേട്ടിരുന്നു. പ്രയാഗ ഉടനെ തന്നെ അർജുനോട് അതിനെപ്പറ്റി ചോദിച്ചു. അർജുൻ, അഭിഷേക്, എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും? അർജുൻ അവൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ഭയന്നു നിൽക്കുന്ന അഭിഷേകിനെ അവൾ ശ്രദ്ധിച്ചു. പറ. പ്രയാഗ ഒരിക്കലും അർജുന്റെ ഇങ്ങനെയൊരു മുഖം കണ്ടിട്ടില്ല. അവൻ എന്തിനാണ് ഇതെല്ലാം അവളോട് മറച്ചു വെച്ചത്? ഒരു തട്ടുകട നടത്തുന്ന അർജുൻ എങ്ങനെ ഇത്രയും വലിയൊരു പണക്കാരനായി മാറി? പ്രയാഗ സ്വപ്നം കാണുന്നതിനപ്പുറമായിരുന്നു അർജുന്റെ യഥാർത്ഥ ആസ്തി. അവൻ എന്തിനായിരുന്നു നീലകണ്ഠന്റെ വാക്ക് കേട്ട് പ്രയാഗയെ കല്യാണം കഴിച്ചത്? എന്തിനാണ് അവൻ പണക്കാരനാണെന്നുള്ള സത്യം അവരോട് എല്ലാവരോടും മറച്ചു വെച്ചത്? അതിന്റെ യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക പോക്കറ്റ് FM. ലോകം മുഴുവൻ ആവേശത്തോടെ കേട്ട കഥ അർജുൻ ദി വോറിയർ. ഇനി നിങ്ങൾക്കും സൗജന്യമായി കേൾക്കാം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.